വീണ്ടും ഈ ബോംബെയിലുള്ള വിശുദ്ധരോടൊത്ത് ഇപ്രകാരം ഒരു അവസരം കൂടി ദൈവം, ദേവനായ ദൈവം ഈ സാധുവായ എനിക്കും നൽകി തന്നതോർത്ത് नंदियोड़े स्तोत्रम ചെയ്യുന്നു. और वापस एक और बार प्रभु ने ऐसा मौका दिया है कि ये बॉम्बे कलीसिया के संतों के साथ ये जो बहुत छोटी दास को भी ये प्रभु ने मौका दिया कि मैं भी आप लोग के साथ एक साथ रहकर संगति करूं. ഓരോ പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ അവസാനത്തെ വരവായിരിക്കും. मैं हर बार जब भी आता हूँ मुझे ऐसा लगता है कि ये मेरा अंतिम इधर आने का विजिट करने का दिन होगा. ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഞാനത് ഏകദേശം തന്നെയല്ല, അത് നിശ്ചയമായിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അവസരം ബ്രദറിനോടൊക്കെ ഇങ്ങനെ പറയുന്നത്. ഇത് വീട്ടിലുമൊക്കെ പറഞ്ഞത് ഇത് ഏതായാലും മിക്കവാറും കർത്താവ് ഇനി ഒട്ടും താമസം ഉണ്ടാകാൻ വഴിയില്ല. ഇനിയൊരു കൂടുതൽ കൂടാൻ ഇതുപോലെയൊക്കെ നമുക്ക് ചിലപ്പോൾ അവസരം ഉണ്ടായെന്ന് വരില്ല. मैं आते वक्त अवसेफ बच्चन भाई के साथ इस प्रकार शेयर कर रहा था कि ऐसा ही दोबारा एक मौका शायद हमें ना मिलेगा, क्योंकि प्रभु का आगमन जल्द होगा और हम वापस जल्दी प्रभु के साथ आगमन में उठा लिए जाएंगे. इस प्रकार का मौका शायद ऐसा हो सकता है कि नहीं होगा. വളരെ താല്പര്യത്തോടെ, അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ ഞങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും സഹോദരങ്ങളോടൊത്തായിരിക്കണമെന്നുള്ള ഒരു आग्रह कर्ताव साधिपिछु. और बहुत खुशी के साथ मैं आपको कहता हूँ कि भाइयों के साथ रहना, ये जो मेरा आग्रह है, वापस प्रभु ने दोबारा एक और बात सफलता किया है. ഞാൻ രണ്ടുപേര് പാട്ട് എൻ്റെ ഹൃദയത്തിൽ ഉള്ളൊരു ഞാൻ പാടാമെന്ന് ഉദ്ദേശിക്കുന്നു. मैं गीत गाना चाहता हूँ पहले. പൊന്നിണമെൻ വിലയായി തരുവാൻ നന്മയെന്തെന്നിൽ നീ കാൺമാൻ. പൊന്നിണമെൻ വിലയായി തരുവാൻ നന്മയെന്തെന്നിൽ നീ കാൺമാൻ. വിണ്ണെനിക്കായി തുറന്നേകാൻ ഇമ്മാനുവേലാദിൻ അൻപുതാനോ ഇമ്മാപാപിയന്മേ. ഓ ഇമ്മാനുവേലാദിൻ അൻപുതാനോ ഇമ്മാപാപിയന്മേ. സ്നേഹമിതാശ്ചര്യമേ, ഓ അതിശയമേ, ഓ അതിശയമേ. ചോണിതലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുവചനം സഹോദരങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ പ്രത്യേക തൊട്ടു മുമ്പ് ജോജോ ബ്രദറൊക്കെ സംസാരിച്ചപ്പോൾ ആ രക്തത്തിൻ്റെയൊക്കെ ആ മൂല്യത, അതിൻ്റെ വില, അല്ലെങ്കിൽ അതുകൊണ്ട് സാധ്യമാക്കിയ ആ കാര്യങ്ങളൊക്കെ പെട്ടതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ഇരുന്ന് തിളക്കായിരുന്നു. കർത്താവേ, ഇതിനകത്ത് വളരെ ദുർബലമായൊരു സംഭവമാണ് ഉള്ളത്. ഇതെങ്ങനെ ഇപ്പോൾ പൊട്ടിപ്പോവോ? ഒന്ന് കയറി സഹോദരന്മാരുടെ മുമ്പിൽ കർത്താവേ നിന്നെ ഒന്ന് ഉയർത്തിയിട്ട് അപ്പോൾ കർത്താവ് പിന്നെയും കരുണ ചെയ്തു നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ. നമുക്ക് കേട്ടതുപോലെ അപ്പോൾ ഞാൻ വന്നെത്തി നിൽക്കുന്നത് നിങ്ങളെല്ലാം ഇന്ന് തുടർച്ചയായി കേട്ടുകൊണ്ടിരുന്നത് പോലെ ആ പഴയ നിയമം, അതല്ലെങ്കിൽ പഴയ ഉടമ്പടിയും ആ പഴയ ഉടമ്പടിയുടെ ദൗർബല്യങ്ങൾ, അതിൻ്റെ वो नए नियम का जो प्रभु यीशु मसीह ने जो वाचा बांधा है, जो लहू के साथ जो बांधा है, वो लहू का विषय में जब भी भाई जो बात कर रहा था, तभी मुझे ऐसा लग रहा था कि शायद ऐसा हो सकता है कि मेरा अंदरूनी भागो पूरी तरीके से फटकर आ जाएगा, क्योंकि उतना खुशी और आनंद मैं महसूस कर रहा था. इस प्रकार नए नियम का जो वाचा को जब भी हम समझते वक्त, അപ്പോൾ അതിൻ്റെ ദൗർബല്യങ്ങളും അതിൻ്റെ പരിമിതികളും ബെൻസി സംസാരിച്ചപ്പോഴൊക്കെ ആ പരിമിതി എന്നുള്ള ഒരു വാക്കൊക്കെ അത് എത്ര അതിൻ്റെ ഞാൻ വളരെ ഈ
ചെറിയ മനുഷ്യനായതുകൊണ്ട് എൻ്റെ ഈ എല്ലാം ചെറുതാണ്. അപ്പൊ അതിന്റെ പേരിൽ എനിക്ക് ഈ ഓരോ വാക്കുകളും അങ്ങനെ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഈ പരിമിതി എന്ന് പറയുമ്പോൾ തന്നെ ആ പരിമിതിയെ കുറിച്ചൊന്ന് അതിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് അല്ലെങ്കിൽ അങ്ങനെ ആസ്വദിക്കുക എന്നുള്ള ഒരു പ്രകൃതക്കാരനാണ് ഞാൻ. ये पुराने नियम के जो कमजोरी या कोई सीमा में कुछ बातें हैं जिसके वजह से एक पूर्ण आशीष हम प्राप्त नहीं कर सकते हम देखते वक्त, मैं जब भी, क्योंकि मैं एक छोटा इंसान हूं और मैं जब भी सोचते वक्त मैं बहुत ही देरी लगाता हूं सोचने के लिए, जिसके वजह से मुझे वो सोच में लाना पड़ा कि जब भी मैं कुछ बातों का, जब भी पुराने नियम का कमजोरी के विषय में जब ये कहते वक्त, वो कमजोरी करके जो शब्द है वो कितना अधिक सीमा से पार वाला शब्द है करके ये ग्रहण करते मुझे बहुत समय बीत गया. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒരുപക്ഷെ എന്റെ സ്വാർത്ഥതയായിരിക്കാം, ഞാനിങ്ങനെ വിശുദ്ധന്മാരെല്ലാവരും നേരത്തെ സംസാരിക്കപ്പെട്ടത് കേട്ടതൊക്കെ പോലെ ആ പരിമിതിയില്ലാത്തവനായ കർത്താവിന്റെ പരിമിതിപ്പെടലിലൂടെ നാം നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴും പറഞ്ഞു കൊരിന്ത്യലേഖനത്തിലെ ആ വാക്യം, അതായത് നമ്മെ സമ്പന്നരാക്കുവാൻ दरिद्रनाई तीर्ण कृपा। मैन हम जब भी देखते हैं जो असीमा में रहने वाला जो परमेश्वर जो है वो अपने आप को जब भी सीमित करने जब भी अपने आप को सीमित करता है तो कितना अधिक तौर से वो अपने सीमा में आ जाता है करके हम देखते हैं। इसीलिए हम दूसरा कुरिन्ती के पुस्तक में हम इस प्रकार कहते हैं, देखते हैं कि क्योंकि वो मुझे संपन्न बनाने के लिए, मुझे धनवान बनाने के लिए उन्होंने अपने आप को दरिद्र का अवस्था में लाया हुआ महान कृपा के विषय में प्रेरित पौल कहते वक्त, പഴയ നിയമത്തിന് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഉടമ്പടിയിൽ കീഴിലുള്ള ജനം ആലയത്തിലേക്ക് അല്ലെങ്കിൽ ദൈവാരാധനയുള്ള ബന്ധത്തിൽ ദൈവ സാന്നിധ്യത്തിലേക്കൊക്കെയും അടുത്തു വരാൻ പോകുമ്പോൾ पुराने नियम के द्वारा जिस मंदिर के द्वारा या जिस बलिदान के द्वारा लोग जब भी परमेश्वर से मुठभेड़ करने के लिए आगे आते वक्त അവരുടെ ധാരണ വെച്ച് കഴിഞ്ഞാൽ ദഹിപ്പിക്കുന്ന അഗ്നിയെടുക്കലേക്കാണ് അവർ ചെല്ലുന്നത്. क्योंकि वे लोगों का अंदरूनी भागों में ये तरीके का सोच आता है कि मैं जो परमेश्वर के नजदीक जा रहा हूँ इस प्रकार का परमेश्वर है जो मुझे पूरी तरीके से आग के भट्टी में मुझे पूरी तरीके से अंगार में डाल देगा. നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാ സഹോദരങ്ങളെ, तो हमें जिस प्रकार परमेश्वर से हम कैसे मुठभेड़ करते हैं, നാം എത്രയോ ഭാഗ്യവാന്മാരാണ്. हमारा अवस्था कितना भाग्यवान है भाइयों. അപ്പോ അത്തരത്തിലുള്ള ഭയന്ന് വിറച്ച് തിരികെ വരുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാതെ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന മഹാപുരോഹിതനെ നാം കാണുമ്പോൾ ഇന്ന് നമുക്ക് ആ തിരശ്ശീല ചീന്തപ്പെട്ട അനുഭവത്തിലൂടെ ഇന്ന് എപ്പോ വേണമെങ്കിലും ദൈവ സാന്നിധ്യത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ഒരു വിലയേറിയ നാം നേരത്തെ ഇത്ര വലിയ രക്ഷ എന്ന് പറയത്തക്കവണ്ണം ആ വലിയ തികവുറ്റതായ ഒരു യാഗം നടന്നു നമുക്ക് വേണ്ടി. हम देखते हैं कि अति पवित्र स्थान में साल में एक बार जब महायाजक बहुत डर के भय के साथ जब भी वो प्रवेश करता है, वो प्रवेश करने वाला नए वो पुराने नियम का जो सीमा जो है, अभी हम देखते वक्त नए नियम में प्रभु यीशु मसीह के वो उनके शरीर के पूरी तरीके से वध होने के द्वारा वो पर्दा फट गया है और अति पवित्र स्थान में जो हमें जिस प्रकार हमें प्रवेश किया है, നമുക്ക് ഒന്ന് രണ്ട് വാചനങ്ങളൊക്കെ വായിച്ച് സ്ലോയിൽ അങ്ങനെ മുമ്പോട്ട് നീങ്ങാം. 2-3 वचने हम पढ़कर बहुत आराम से हम वचनों पर हम ध्यान देंगे. നമുക്ക് അറിവുള്ളതുപോലെ നമ്മളെ വീണ്ടെടുക്കപ്പെട്ടവരാണ് നാം, അല്ലേ? ആർക്കും ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്, നാം വീണ്ടെടുക്കപ്പെട്ടവരാ. എങ്ങനെയാ വീണ്ടെടുക്കപ്പെട്ടെ? हम उद्धार पाए हुए लोग हैं. किस प्रकार हमने उद्धार पाया? നമുക്കറിയാം, പൊന്നുവെള്ളി മുതൽ പത്രോസിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ പൊന്നുവെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മെ देखते हैं हमें जो उद्धार पाया वो सोना चांदी या बहुमूल्य वस्तुओं से नहीं बल्कि प्रभु यीशु मसीह का निर्दोष
लहू के द्वारा हमें उद्धार किया गया है करके हम देखते ആ हैं। വീണ്ടെടുപ്പിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കുമ്പോൾ കാണാം. സങ്കീർത്തനം 49:9 വരുമ്പോ അത് വിലയേറിയ വീണ്ടെടുപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയും വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ. അപ്പൊ എബ്രായ ലേഖനം 9 അതിന്റെ 11 മുതൽ 11-12 വാക്യം നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിക്കാം. हम देखते हैं भजन संगीता 49 के 9 में आते वक्त हम देखते हैं कि इतना बड़ा और इतना विशेष, इतना श्रेष्ठ मुक्ति है, उद्धार है करके हम देखते हैं। और इसी प्रकार हम जब इब्रानियों का पुस्तक 9वां अध्याय उसका 11 से वचन पढ़ते वक्त हमें यूं पता चलता है, पढ़ेंगे हम इब्रानियों का पुस्तक 9वां अध्याय उसका 11 वचन, हिब्रूज चैप्टर 9 वर्स 11 ऑनवर्ड्स। 11-12 11 and 12. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരുഷനായി വന്നിട്ട് ആ കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ സൃഷ്ടി ഉൾപ്പെടുന്നതായി വലിപ്പവും മികവുമേറിയ ഒരു കൂടി അഗ്നിമാരുടെയും പശുക്രാങ്ങളുടെ രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മകത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിക്കും. നമുക്കറിയാം, എന്നേക്കുമുള്ള ധാരാളം സംസാരിക്കപ്പെട്ട വിഷയമാണ്. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പാണ് നടത്തപ്പെട്ടത്. നമുക്കറിയാം, പഴയ നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ ധാരാളം സഹോദരങ്ങളോട് വിശദീകരിച്ച് അതിന്റെ സകല വശങ്ങളും നിങ്ങൾക്ക് ഏകദേശം ഹൃദയസ്ഥമായും അല്ലാതെ അറിയാം നിങ്ങൾക്ക്, എങ്കിൽ വായിച്ചു മാത്രം. അപ്പോ ഒരു വാക്യം കൂടെ അതിനുള്ള ബന്ധത്തിൽ തന്നെ തുടർന്ന് വായിക്കാം. और हम देखते हैं कि इधर अनंत काल का मुक्ति के विषय में हम इधर देखते हैं, क्योंकि ये अनंत काल का मुक्ति जो है वो बहुत सारे भाई है मेरे से पहले जो बात किए थे वो लोग ने कहा था। അതിനു മുൻപ് ഒരു സെക്കൻഡ്, ഈ വീണ്ടെടുപ്പാണോ നമ്മുടെ രക്ഷ? ये उद्धार है क्या हमारा? വീണ്ടെടുത്തപ്പോ നാം രക്ഷപ്പെട്ടില്ലേ? जब ये उद्धार पाया, जब हमने छुटकारा प्राप्त किया ना, പെട്ടില്ലേ? छुटकारा प्राप्त किया कि नहीं? जब ये उद्धार पाए तब। വീണ്ടെടുപ്പ് ഒരു തരത്തിൽ പറഞ്ഞ ഒരു യഥാസ്ഥാനപ്പെടുത്തൽ മാത്രമാണ്. उद्धार जो है वो एक तरह से देखा जाए तो एक पुनर्स्थापना है। എന്റെ പേന നിലത്തേക്ക് വീണ ഞാൻ എന്ത് ചെയ്യും? मेरा अगर पेन नीचे गिर जाता है तो क्या होता है? അതിനൊന്ന് എടുത്ത് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. मैं उसको उठाकर जो അത് രക്ഷയല്ല. वो मेरा छुटकारा नहीं है। എന്നാൽ ഇത് ആദ്യ പടി തന്നെയാണ്. രക്ഷയോട് ബന്ധത്തിൽ വീണ്ടെടുപ്പില്ലാതെ രക്ഷയില്ല. और ये छुटकारा का तो पहला कदम तो है, लेकिन छुटकारा के बिना उद्धार नहीं है। അപ്പൊ രക്ഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളെ വിലയ്ക്ക് വാങ്ങി, അത് പൊന്നുവെള്ളിവരായ വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്തിലാണ് നാം കണ്ടു. और हम ये भी देखे कि सोना चांदी ऐसा बहुमूल्य वस्तुओं से नहीं, लेकिन प्रभु यीशु मसीह का बहुमूल्य लहू के वजह से हमें उद्धार किया गया। हमने ये भी देखा। 2 വാക്യങ്ങൾ കൂടെ വായിക്കാം. 2 वचन और हम पढ़ेंगे। 1 പത്രോസ് 1:10 വായിക്കാം. पहला पत्रोस उसका पहला अध्याय उसका वचन 10 हम पढ़ेंगे। നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ആ ഈ രക്ഷയെ ആരാൻ അന്വേഷിച്ചിരുന്നു. ആ അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ആ ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിന്തുടരുന്ന മഹിമയെയും ആ. മുൻകൂട്ടി സാക്ഷിയേറ്റത് ഉം. സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. ആ അവർ തങ്ങൾക്കായിട്ടല്ല ആ. നിങ്ങൾക്കായിട്ടൊക്കെ ആ. ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് പഠിക്കുന്നു. ഇതൊക്കെ ഇന്ന് ശ്രദ്ധിച്ചേക്കണവർക്ക് അറിയാം, ഇതൊക്കെ ഇന്ന് സംസാരിക്കപ്പെട്ട കാര്യങ്ങളാണ്. കാരണം തിരുവെഴുത്തുകൾ നമ്മൾ എപ്പോഴും വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുന്നതും മനസ്സിലാക്കുന്നതും ഏറ്റവും ഉചിതമാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് വളരെ മുൻകൂട്ടി ഈ രക്ഷയെക്കുറിച്ച് ദൈവം വിഭാവനം ചെയ്യുന്ന ഈ രക്ഷയെക്കുറിച്ച് മുൻകൂട്ടി प्रस्ताविचिरुनु और ये परमेश्वर का व्यवस्था से पानी परमेश्वर का व्यवस्था के द्वारा जो उद्धार जो मनुष्यों के ऊपर आने वाला है, वो उद्धार के विषय में पहले से ही भविष्यवक्ताओं के द्वारा भविष्यवक्ताओं ने भी ये आने वाला उद्धार किस प्रकार का है करके यीशु मसीह का जो कष्ट के अनुभव के ये देखकर वो किस प्रकार का है करके बहुत आश्चर्यचंबित हुआ है। സഹോദരങ്ങൾ സംസാരിച്ച പോലെ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ത്രിഭാഗീയരായിട്ടാണ്. നമുക്ക് ഒരു ആത്മാവും ഒരു ദേഹിയും देहों उंड। और हमने जैसे देखे कि परमेश्वर जब भी मनुष्य का निर्माण करता है, हमें 3 भागों से हमें वो निर्माण करता है। हमें पता है कि एक आत्मा है, प्राण है और शरीर है। അപ്പോൾ തുടർച്ചയായിട്ട് കേട്ട കാര്യം തന്നെയാണ്. എങ്കിലും പിന്നെ പറയുന്നത്, കാരണം ഈ ദൈവം നമ്മെ ദൈവത്തിന്
നിവാസമാകേണ്ടതിന്, ദൈവത്തിന് വസിക്കേണ്ടതിന് തക്കവണ്ണമുള്ള ഒരു രീതിയിലും ക്രമത്തിലും പ്ലാനിലും ഒക്കെയാണ് നമ്മളെ അവൻ മെനഞ്ഞിരിക്കുന്നത്. और परमेश्वर को हमारे अंदर निवास करने के लिए उनके दिल में जिस आकार है वो आकार के तौर पर एक मनुष्य का निर्माण करते वक्त वो इस 3 प्रकार का एक विषय हमारे अंदर निर्माण करता है. അപ്പൊ അതിന് തക്കവണ്ണം ഇതിനെല്ലാത്തിനും അതിന് ഓരോന്നിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പ്രത്യേകം നാം ഗ്രഹിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. और हर एक भागों को अपने आप एक विशेषता है करके हम देखते हैं. ഒരു വാക്യം കൂടി വായിക്കാം. 2 തെസ്സലോനിക്കർ एक और वचन हम पढ़ेंगे, 2 തെസ്സലോനി 2-ാം അധ്യായം उसका 2 अध्याय 13-14. उसका 13 और 14 पढ़ेंगे जल्दी. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ആ. ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന് സത്യത്തിന്റെ വിശ്വാസത്തിലും ആ. രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ ആ. ദൈവത്തെ എപ്പോഴും സ്തുതിക്കാൻ പ്രവർത്തിക്കും. ഒരു മിനിറ്റ് എനിക്ക് കൂടുതൽ. അപ്പൊ അവിടെ നമ്മളവിടെ കണ്ടു, അവിടെ ദൈവം നമ്മളെ എന്തിനു തിരഞ്ഞെടുത്തു? परमेश्वर हमें क्यों हमें चुना है? ആത്മാവിന്റെ വിശുദ്ധീകരണം, ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ സത്യത്തിന്റെ വിശ്വാസം, സത്യത്തിന്റെ വിശ്വാസം അടുത്ത കൂടി വായിച്ചോ. രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു. രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട് पढ़े वो ब्रदर वचन वचन तक. हे भाइयों और प्रभु के प्रिय लोगों, चाहिए कि हम तुम्हारे विषय में सदा परमेश्वर का धन्यवाद करते रहें, ഇത് ഏത് രക്ഷയാണത്? क्योंकि परमेश्वर ने आदि से तुम्हें चुन लिया कि आत्मा के द्वारा पवित्र बनकर और सत्य की प्रतीति करके उद्धार पाओ. हाँ बस 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 മതി മതി മതി. ഇത് തന്നെ നമുക്കറിയാം. ഫിലിപ്പിയ ലേഖനത്തിൽ നിങ്ങൾക്കറിയാവുന്നതാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലൂടെ വരുമ്പോൾ അവിടെയും കാണാൻ കഴിയും. എങ്ങനെ ഇപ്പോൾ ദൂരത്തിരുന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു എന്നെങ്ങനെ? നിങ്ങളെ രക്ഷയ്ക്കായി प्रवर्तिपीन। और यही बात जो है फिलिप्पियों का पुस्तक 2 अध्याय में हम देखते हैं कि तुम्हारा उद्धार के लिए कार्य करो करके इस प्रकार का शब्द प्रेरित पौल भी इस्तेमाल करता है। അപ്പോ നമ്മെ ആത്മാവിന്റെ വിശുദ്ധീകരണം, आत्मा का पवित्रता है। ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അത് നമ്മെ വേർതിരിക്കുന്ന, നമ്മെ വേർതിരിച്ചിരിക്കുന്ന, സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വസ്തുതയെ കാണിക്കാനാണ് അവിടെ പറയുന്നത്। और आत्मा का पवित्रता को कहते वक्त बोलते वक्त हमें ये समझना है कि कुछ ऐसे बातों के लिए परमेश्वर हमें अलग कर रहा है। അതുകൊണ്ട് അവിടെ പ്രത്യേകം ആത്മാ മുന്നറിവിനൊത്തവണ്ണമാണ് അത് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ, സർവജ്ഞാനത്തിൽ അവൻ ചെയ്ത കാര്യമാണ്। और ये परमेश्वर का सर्व ज्ञान में परमेश्वर ने हमें उसके बातों के लिए, विषयों के लिए अलग किया गया है। പിന്നെ അടുത്ത് പറഞ്ഞതാണ് इसके बाद സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി। അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദേഹി രക്ഷയോടുള്ള ബന്ധത്തിലുള്ള കാര്യമാണ്। നമുക്കറിയാം ദേഹിയെ കുറിച്ചൊന്നും ഞാൻ പറയാതെ ഇവിടെ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് പോലും വ്യക്തത ഉള്ള കാര്യമാണ്। നമ്മുടെ ആളത്വത്തോടുള്ള ബന്ധത്തിൽ നാം എന്താണ്, അതല്ലെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെതല്ലാത്ത അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പാർട്ടായിരിക്കുന്ന ദേഹി, നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ആളത്വം എന്ന് പറയുന്ന അതേ ഭാഗം। और हम देखते हैं कि आत्मा का पवित्रता के वजह से सत्य का जो विश्वास है उसके द्वारा हम पढ़ते हैं। तो ये हमें ये वचन पढ़ते वक्त हमें समझ आता है कि ये प्राण का उद्धार के विषय में कहता है। तभी हम प्राण का उद्धार के विषय में बोलते वक्त हमें पता है ये इस प्रकार का उद्धार है जो आत्मा से न चलने के वजह से हमें प्राण का उद्धार के लिए ये संसार में प्रभु लाते वक्त एक प्राण का उद्धार किस प्रकार होता है वो आत्मा के ओर से ये हमें एक छोटा बच्चे को भी इधर आता है। अभी പത്രോസിന്റെ ലേഖനത്തിൽ എങ്ങനെ നമ്മൾ വായിച്ചത്? 1:11 വായിച്ചേ। पहला पत्रोस 1 अध्याय उसका 19 वचन हम पढ़ते हैं। പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണ കാണിക്കാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമാണ് വൃദ്ധന്മാരുമായ पहला पत्रोस 1 अध्याय 2 वचन पढ़े ब्रदर, जल्दी जल्दी। पहला पत्रोस 1:2। परमेश्वर पिता के भविष्य ज्ञान के अनुसार आत्मा के पवित्र करने के द्वारा आज्ञा मानने और यीशु मसीह के लहू के छींटे जाने के लिए हाँ बस चुने बस, गए बस। हैं। അപ്പൊ അവിടെ നാം കണ്ടത് അനുസരണം കാണിക്കുന്ന ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് പറയണ്ട അവിടെ വരുമ്പോ അല്ലെ। इधर देखो, हम ध्यान देंगे तो उधर ऐसा लिखा गया है कि क्योंकि आत्मा के पवित्रता के द्वारा हम आज्ञाकारी बने। അപ്പം എങ്ങനെയാണ് ഈ കാര്യം നടക്കണേ?
ये बात कैसे होता है? ഇതിന് പ്രായോഗിക വശം എങ്ങനെയാ? इसका प्रैक्टिकल अंडरस्टैंडिंग कैसा है? നമ്മൾ ഇത് എപ്പോഴും വായിക്കുന്ന കാര്യങ്ങളല്ലേ, നമുക്കിത് എല്ലാവർക്കും അറിവുള്ള കാര്യമല്ലേ. ये बात तो हमें बहुत अच्छी तरह से परिचय है ना. അപ്പൊ അവിടെ വ്യക്തമായിട്ട് പറയണല്ലേ, നമ്മളെ തെരഞ്ഞെടുത്തു, നമ്മെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ അനുസരണം കാണിപ്പാൻ അല്ലേ, പിന്നെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി 3 കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. तो इधर हम 3 प्रकार का बातें देखते हैं, क्योंकि पिता परमेश्वर ने जो हमें बहुत अनादि काल से पहले जो हमने चुना है, और हम देखते हैं कि पवित्र आत्मा का जो पवित्रता है वो जिस प्रकार हमें पवित्र करता है, और यीशु मसीह का जो लहू में जो छिड़काए जाने का अवस्था, ये 3 बातें हम उधर देखते हैं. യാക്കോബിന്റെ ലേഖനത്തിലൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, യാക്കോബ് 1:21 വായിച്ചു നോക്കിയേ. याकूब का पुस्तक उसका पहला अध्याय उसका 20 वचन हम पढ़ेंगे. जेम्स चैप्टर 1 അറിവുള്ള കാര്യങ്ങളാണ്, ഞാൻ ചുമ്മാ വായിപ്പിക്കുന്നു. 1:21 है इंग्लिश में. അവരുടെ എല്ലാ അഴുക്കും ആ ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് ആ. നിങ്ങളുടെ ഏകീയുടെ രക്ഷിപ്പാൻ ആ. ശക്തിയുള്ളത് ആ. ഉന്നതമായ വചനം അയ്യോ. സൗമ്യതയോടെ കൈക്കൊള്ളു. ആകയാൽ എല്ലാ അഴുക്കും നമുക്ക് അങ്ങനെയൊക്കെ ആർക്കെങ്കിലും നമ്മൾ ആരെങ്കിലും നമുക്ക് 1:21 पढ़े ब्रदर जल्दी. കേട്ടുകേൾവി പോലും ഉണ്ടാവില്ലല്ലേ ദുഷ്ടത എന്നൊക്കെയുള്ള കാര്യം. 1:21 जल्दी. इसलिए सारी मलिनता हाँ बस 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 देखो मलिनता, सारे मलिनता, ऐसा बोलते वक्त देखो ना, हमें समझना है. हमें तो ऐसा लगता है कि वो पढ़ते वक्त हमारे विषय में ये कहता ही नहीं है, ऐसा हमें लगता है. എന്റെ സഹോദരങ്ങളെ, ഈ ദുഷ്ടത എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടപ്പുറപ്പായ കാര്യമാണ് പറഞ്ഞേ. भाइयों ये मलिनता ऐसी चीज है जो हम जन्म से ही हमारे साथ ही ऐसा पैदा हुआ है. ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രവൃത്തി, ഒരു ക്രൂരകൃത്യം ഞാൻ ചെയ്യണമെന്നില്ല ഞാൻ ദുഷ്ടനാണെങ്കിൽ. मुझे दुष्ट होने के लिए किसको ऐसा कुछ मार देने का जरूरत नहीं है मैं दुष्ट होने के लिए. എന്നിൽ വന്ന ദൈവത്തിന്റെ ആത്മാവിനെ യാതൊരു സംബന്ധവുമില്ലാതെ എന്റെ സ്വയത്തിൽ ഞാൻ നിൽക്കുന്ന ഓരോ സെക്കൻഡിലും ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം തന്നെ ദുഷ്ടതയായിരിക്കും. पवित्र आत्मा को मेरे में न जगह देते हुए मेरे स्वयं से आए हुए सारे बातों को, ये पवित्र आत्मा के पवित्रताएं न होने के लिए मेरे में आया हुआ सारे बातें मलिनताएं दुष्ट है. എനിക്കിതിനെ കുറിച്ച് വിശദീകരിക്കാൻ ധൈര്യം പോരാ, കാരണം നമ്മളെല്ലാം ഒരുപോലെ. क्योंकि ये बातों को पवित्र करे ये मेरे से ना होगा, क्योंकि ये असंभव है. എന്നാലും लेकिन അവിടെ പറയുമ്പോ നമുക്ക് കണ്ട് അവിടെ ഒരു പ്രബോധനമാണ് അവിടെ കാണല്ലേ. യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ് എങ്ങനെ, അങ്ങനെ എല്ലാ അഴുക്കും मैन ദുഷ്ടതയും പിന്നെ ഉണ്ട് പറ ആധിക്യം വിട്ട് ദുഷ്ടത ഈ ഒരു കുറഞ്ഞളവിന്റെ കാര്യമല്ല കേട്ടോ അവിടെ പിന്നെ ഓർപ്പിക്കണേ. അപ്പൊ ദുഷ്ടതയുടെ ഒരു ആധിക്യം. हाँ 1:21 पढ़े जल्दी. हाँ याकूब जल्दी. इसलिए सारी मलिनता और भेदभाव की बढ़ती को दूर करके हाँ भेदभाव की बढ़ती, देखो हाँ उस वचन को नम्रता से हाँ बस बस बस. ഇതെങ്ങനെ നടക്കൂ? ഇത് तो ये भेदभाव की बढ़ती, देखो हमारे अंदर का दुष्टता बढ़ रहा है, इसके विषय में നമ്മൾ ബലഹീനരാണ് സഹോദരങ്ങളെ. हम कमजोर है भाइयों. അതുകൊണ്ടല്ലേ ഇതിങ്ങനെ നമ്മളെ ഇങ്ങനെ തിരുവചനമായിട്ട് നമുക്ക് വഴിയായിട്ട് നമ്മുടെ കാലുകൾക്ക് പ്രകാശമായി തീരാൻ, പാതയ്ക്ക് വെളിച്ചമായി തീരാൻ, ഇത് നമ്മെ വീണ്ടെടുക്കാൻ, നമ്മെ രക്ഷയ്ക്ക് ജ്ഞാനികളാക്കുവാൻ തക്കവണ്ണം തിരുവചനം നമുക്ക് നൽകപ്പെട്ടു. इसके लिए हमें पवित्र शास्त्र इसीलिए हमें दिया गया है, ताकि हमारा रास्ता को वो हमारा मार्ग को रास्ता, हमारे पाँव को एक रास्ता दिखाए, और एक हमें एक मार्गदर्शन दिखाए, और उद्धार में हमें ज्ञानी बनाए. इसके विषय में हमें पवित्र शास्त्र दिया गया है. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തിട്ട് നമ്മളെ നമ്മൾ നേരത്തെ വായിച്ചു, പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. അതുപോലെ തന്നെ അപ്പോസ്തലനായ പത്രോസ് അവിടെ പറയുന്നുണ്ട്, എങ്ങനെ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. देखो पत्रोस क्या कहता है? पत्रोस यूं कहता है कि हमें सोना चांदी ऐसे बहुमूल्य वस्तुओं से नहीं, लेकिन प्रभु यीशु मसीह का अद्भुत और बहुत ही कीमत दिए हुए जो लहू है, उन लहू के द्वारा हमें बचाया गया, उद्धार किया. वही बात हम जब भी पहला पत्रोस 2:9 वचन में हम आते वक्त हमें देखते हैं कि हमें अंधकार से छुड़ाकर हमें अद्भुत ज्योति में लाया हुआ प्रभु यीशु मसीह को एक राजकीय पद के सेवा में और एक राजकीय याजक बनाया गया है करके भी हम उधर देखते हैं. നമുക്കിതൊക്കെ പറയാൻ വേണ്ടി എന്തൊരു സന്തോഷമായിരുന്നു. നമ്മൾ മറ്റാരുടെയെങ്കിലും മുൻപിലൊക്കെ നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളാണ്, ഞങ്ങള്
സാധാരണക്കാരല്ല, ഞങ്ങള് പ്രാർത്ഥന കഴിക്കുന്നവരാണ്, ഞങ്ങള് ദൈവത്തിന്റെ മക്കളാണ്, രാജകീയ പുരോഹിതന്മാരാണ്, രാജകീയ പുരോഹിതന്മാരാണ്. നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കണം നമ്മള്. അപ്പോഴാണ് നമുക്കറിയാം. കാരണം കർത്താവ് ഒരു പുരോഹിതനെ കുറിച്ച് നമ്മളിവിടെ വിസ്തരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ സഹോദരങ്ങളൊക്കെ, അല്ലെ? ഒരു മഹാപുരോഹിതൻ, ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ആ തികവേറിയ കൂടാരത്തിലൂടെ, അല്ലെ, വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിലൂടെ നിത്യകൂടാരത്തിലേക്ക് പോയി നമുക്ക് വേണ്ടി ശുശ്രൂഷ കഴിക്കുന്ന ഒരു മഹാപുരോഹിതനല്ലേ സഹോദരങ്ങളെ? भाइयों, हमें इतना बड़ा महायाजक है, जो श्रेष्ठ महायाजक है, वो इस प्रकार का याजक है जो हमें एक स्वर्गीय एक मंदिर के और वो गया हुआ, वो इस प्रकार गया है कि वो आकाशों को भेद कर वो मंदिर पे जाकर हमारे लिए आत्मिक सेविकाएं कर रहा है. इस प्रकार का महायाजक है ना हमारे लिए. നമുക്കറിയാം, വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിത്യനരകത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. എന്നാൽ तो उद्धार पाना मतलब क्या है? हमें अनंत काल का नाट से छुटकारा. हाँ, छुटकारा मतलब अनंत काल का नाट से हमें बचाया, वो ही नहीं है केवल भाइयों. എന്നാൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയവന്റെ ഉദ്ദേശം തിരുവെഴുത്തുകളിൽ നമുക്കറിയാം, തിരുവെഴുത്തുകളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ദൈവത്തിന്റെ ഉദ്ദേശം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ, അല്ലെ, നിങ്ങളും അങ്ങനെയാണോ? വായിച്ചു നോക്കണം, അവിടെ അങ്ങനെയല്ല. क्योंकि मैं पवित्र हूं इसके लिए तुम भी पवित्र रहो, इस प्रकार लिखा है करके हमें ऐसा लगता है कई बार. ध्यान से पढ़ना, वैसा नहीं लिखा है. മലയാളത്തിൽ മിക്ക സ്ഥലത്തും അങ്ങനെ തന്നെയാണ്, പക്ഷെ അങ്ങനെ അല്ല, കറക്റ്റ് അങ്ങനെയല്ല. ഞാൻ പരിശുദ്ധനായിരിക്കുന്നതിനാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ. क्योंकि मैं पवित्र हूं जिसके वजह से आप अपने आप को अलग रखो. അതെന്താണ് അങ്ങനെ അവിടെ വന്നപ്പോ ഒരു വ്യത്യാസം വന്നേക്കണം? क्यों ऐसा आया है? इस प्रकार का एक भेद आया है या अलग वाई हम देखते हैं उधर. സഹോദരങ്ങളെ, നമ്മൾ എന്താണെന്നും നാം വെറും പൊടിയാണെന്നും നമ്മളെ എവിടം വരെ കൊണ്ടുചെല്ലാവുന്ന ഒക്കെയും ദൈവത്തിന് കൃത്യമായ കറക്റ്റായ പ്ലാൻ ഉണ്ട്. तो हम इतने मिट्टी से मिट्टी में बने हुए, हम किस प्रकार हमें क्या अवकाश में हमें परमेश्वर लाने वाला है, इसका बहुत बड़ा एक भेदभाव और प्लान जो है ये परमेश्वर को है भाइयों. അതുകൊണ്ടാണ് അവർ ഞാൻ പരിശുദ്ധനാണ്, इसके लिए परमेश्वर നിങ്ങൾ പരിശുദ്ധനാകണമെന്ന് പറഞ്ഞില്ല. मैं इसके लिए वो हम पत्रोस में लेखा में हम देखते हैं, मैं तो महापवित्र हूँ. അതൊരിക്കലും നടക്കില്ലെന്നറിയാം. तुम भी महापवित्र हो, ऐसा नहीं लिखा है. क्योंकि मैं महापवित्र हूँ इसके लिए तुम अपने आप को अलग रखो. പിന്നെയോ, ഞാൻ പരിശുദ്ധനായിരിക്കാൻ നിങ്ങൾ मैं क्योंकि मैं महापवित्र हूँ इसके लिए तुम अपने आप को अलग रखो. അതെ, എന്താണ് അങ്ങനെ പറയാൻ കാര്യം? क्यों ऐसा कहता है भाइयों? പരിശുദ്ധ പല സ്ഥലത്തും ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കണ ആരും, അതുകൊണ്ട് അതങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാര്യം. കാരണം പലരും നമുക്കറിയാം, ഇവിടെയൊക്കെ കാണും പരിശുദ്ധൻ, പല സ്ഥലത്തൊക്കെ ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും, പരിശുദ്ധനായ ഇന്നാരെന്ന് ഡാസ് 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 പരിശുദ്ധൻ എന്ന് പറഞ്ഞ ഒരുത്തനേ ഉള്ളൂ. मैं इधर हम देखते वक्त हमें देखा है कि बहुत सारे परिशुद्ध या पवित्र संतों के एक चित्र लेकर ऐसा लिखा है कि ये पवित्र व्यक्ति, इसका नाम ऐसा है करके लिखा है. लेकिन वचन में स्पष्ट रीति से देखते हैं हम, पवित्र सिर्फ एकमात्र व्यक्ति है. എന്തുകൊണ്ട് അവൻ പരിശുദ്ധനായിരിക്കുന്നു? क्यों वो व्यक्ति पवित्र है? അവന് നമ്മളെ അവന്റേത് മാത്രമായ ദിവ്യമായ ചില ശ്രേഷ്ഠ ഗുണങ്ങളുണ്ട്. क्योंकि इसके लिए वो महापवित्र है, क्योंकि सिर्फ और सिर्फ केवल उसका ही है इस प्रकार हक देने वाला, हकदारी, कुछ बातें हैं जो वो हमको नहीं देख सकता. उस प्रकार का महापवित्र परमेश्वर है वो. അവന്റെ ആ ദിവ്യമായ ശ്രേഷ്ഠ ഗുണങ്ങളൊന്നും നമുക്ക് തരാൻ ദൈവം उद्देश्य और उसका महापवित्र का अवस्था इस प्रकार है कि उसके कुछ गुण हमें वो दे नहीं सकता, उतना महापवित्र है वो। लेकिन यीशु मसीह के द्वारा സ്വഭാവങ്ങളുണ്ട് നമുക്ക് പകർന്നു തരാൻ തക്കവണ്ണമുള്ള यीशु मसीह के द्वारा हमें देने जैसा बहुत सारे स्वभाव और गुण हमारे अंदर आ सकता है। അത് നമ്മൾ തിരുവഴുത്തുകളിൽ അതും വ്യക്തമായിട്ട് കാണാം. നമുക്ക് ആത്മാവിന്റെ ഫലങ്ങളേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം സ്നേഹം, കരുണ, ദയ, വിശ്വസ്തത, ഇന്ദ്രിയജയം, അങ്ങനെ അനേക കാര്യങ്ങൾ അങ്ങനെ പോകുന്നതെല്ലാം ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ഒക്കെയും പകരപ്പെടുന്നത്
കാണുന്നതാ. तो हम देखते हैं गलती का पुस्तक 5वां अध्याय में हम देखते हैं क्योंकि क्या क्या है वो बातें, वो क्योंकि जो आत्मा का फल जो है, जो प्रेम है, जो शांति है, जो उसका करुणा है, ये सारे बातें जो है परमेश्वर में जो गुप्त बातें है, ये हमारे अंदर आ सकता है. कुछ कुछ बातें हैं जो हम प्राप्त कर सकते हैं. അപ്പൊ ആ രീതിയിൽ ആ ദിവ്യ പകരപ്പെടുന്ന സ്വഭാവങ്ങൾ പകരപ്പെട്ടവരായി, അങ്ങനെ ആ ദിവ്യ സ്വഭാവങ്ങൾ നിറയപ്പെട്ടവരായി നാം എന്ത് ചെയ്യണം? നാം ആ രീതിയിൽ വിശുദ്ധരാകുക എന്നുള്ളതാണ് ദൈവ ഉദ്ദേശം. इस प्रकार परमेश्वर का गुण को, परमेश्वर का स्वभाव को हमारे अंदर बहाने जैसा एक श्रोता प्रभु यीशु मसीह के द्वारा खुल गया है, जिसके वजह से क्योंकि वो महापवित्र परमेश्वर है, इसलिए हमें अलग रहना है. എന്നാൽ ചില കാര്യങ്ങളുണ്ട് താനും. അപ്പോ അതിലൊരു കാര്യമാണ് നമ്മളെ വാസ്തവത്തിൽ സുവിശേഷത്താൽ വിളിച്ചതിന്റെ ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാം. അവിടെ എന്താ പറയുന്നത്? हम देखते हैं सुसमाचार के द्वारा हमें जिस प्रकार से बुलाए गए हैं करके हम पढ़ते वक्त हमें തെസ്സലോനിക്ക 2:13 दूसरा तेस्सलोनिक 14 വായിക്കണമോ? हाँ 2:13 और 14 हम पढ़ेंगे. हे भाइयों और प्रभु के प्रिय लोगों, हाँ। चाहिए कि हम तुम्हारे विषय में सदा परमेश्वर का धन्यवाद करते रहें, क्योंकि परमेश्वर ने आदि से तुम्हें चुन लिया कि आत्मा के द्वारा पवित्र बनकर और सत्य की प्रतीति करके उद्धार पाओ. मलयालम में भी पढ़ो. ആ ഞങ്ങളോ കർത്താവിൽ പേരായ സഹോദരന്മാരെ, ആ ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവുമായി സൃഷ്ടിക്കുന്നതിലും ആ സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സൃഷ്ടിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രവർത്തനമല്ലോ അവൻ ഞങ്ങളുടെ സൃഷ്ടിയുടെ പദ്ധതികൾ നിങ്ങളെ രക്ഷയ്ക്ക് നിങ്ങളെ രക്ഷയ്ക്ക്. അപ്പൊ രക്ഷയുടെ അന്ത്യത്തെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഉന്നത്തെ കുറിച്ച്, അതിന്റെ ലക്ഷ്യത്തെ കുറിച്ചൊക്കെ അവിടെ നമ്മൾ കണ്ടു तो हम देखें कि हमें किसके लिए प्रभु यीशु मसीह का महिमा प्राप्त करने के लिए हमें छुटकारा प्राप्त किया. ആ അപ്പോ ഒരു കാര്യം നമ്മളവിടെ ശ്രദ്ധിക്കണം. പക്ഷെ എന്നാല് അവിടെ നമ്മൾ കണ്ടത് യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കും. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ഒത്തിരി വാക്യത്തിലേക്ക് പോകാതെ നേരത്തെ തന്നെ പറഞ്ഞ ആ കാര്യത്തിൽ തന്നെ വീണ്ടും തിരിച്ചു വരാം. അവിടെ വരുമ്പോ നമുക്ക് നിങ്ങൾ അന്ധകാരത്തിൽ നൽകുന്ന പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ പുരോഹിത राजकीय विरोध होता ഒരു പുരോഹിത ശുശ്രൂഷ നമുക്കുണ്ട്. तो हम देखते हैं जैसा पत्रोस कहता है क्योंकि हमें अंधकार से छुड़ाकर अद्भुत ज्योति में हमें लाया है, जिसका सेविका जो है वो हम एक राजकीय याजक का सेविका के पद में हम पहुंच पाए, इसके लिए हमें वो अंधकार के उधर से छुड़ाया है. तो राजकीय सेविका करने के लिए एक महायाजक का पद हमें दिया है. ആ ശുശ്രൂഷ അതിശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ്. അത് എങ്ങനെയുള്ള ശുശ്രൂഷയാണെന്ന് ചോദിച്ചാൽ അത് തേജസ്വേറിയ ഒരു ശുശ്രൂഷയാണത്. और ये याजक का पद जो हमें दिया है वो सेविका है, बहुत ही महिमादायक सेविका है. ഈ പഴയ നിയമം നമുക്കറിയാം, ഇന്നൊക്കെ പലപ്പോഴും ആ വഴിയൊക്കെ കയറി വന്നിട്ടുണ്ട്. നമുക്കറിയാം പഴയ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ, മോശ ചെയ്ത ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ അത് തേജസ്സുള്ള ശുശ്രൂഷയായിരുന്നില്ലേ? क्योंकि मूसा का सेविका के विषय में हम पढ़ते वक्त हम देखते हैं क्यों वो मूसा का सेविका है तो बहुत महिमादायक सेविका था. അങ്ങനെയല്ലേ വായിക്കണേ? ऐसे ही हम पढ़ते हैं ना. ഞാൻ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോ എനിക്കൊരു ഭയം, ഞാൻ അങ്ങനെ ആ അപ്പൊ അത് തേജസ്സുള്ള ശുശ്രൂഷയായിരുന്നു. मूसा का सेविका है महिमादायक सेविका था भाइयों. അത് നീങ്ങിപ്പോകുന്ന തേജസ്സായിരുന്നു എന്ന് മാത്രം. അത് നീങ്ങിപ്പോകുന്ന वो हटने वाला सेविका था, कुछ समय के लिए था. ആ അപ്പൊ എങ്ങനെയാണ് അത് നീങ്ങിപ്പോണേ? वो किस प्रकार हटा അതാരും പറഞ്ഞില്ല, അതുകൊണ്ട് പറയാം. वो कोई इधर बात नहीं कि इसके लिए मैं बात करूं. എങ്ങനെയാണ് തേജസ് നീങ്ങിപ്പോണ? ഒരു കർട്ടനിൽ ഇട്ടത് മാറ്റിന്നാണോ? एक से ये सेविका जो है वो कैसा हट गया? एक कर्टन जिस तरह हम हटाते उस तरह हट गया क्या? അല്ലവേ അല്ല സഹോദരങ്ങളെ, नहीं भाइयों. ഈ തേജസ് കാണുന്ന ഞാനാണ് ഇസ്രായേൽ ജനം എന്ന് കരുതി. ഞാൻ ഈ തേജസ് കണ്ടുകൊണ്ടിരിക്കണേ. എന്റെ ഹൃദയം കഠിനമാകുമ്പോ മാറിപ്പോയി. देखो जरा सोचो, मैं इजराइल के एक जन हूं. ऐसा सोचो, जब भी मेरा हृदय जब भी कपट हो जाता है तो क्या है, जो महिमा जो मुझे दिखना चाहिए था, मेरे लिए था, वो पूरी तरीके से बंद हो जाता है, हट जाता है. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ അതുകൊണ്ട് വിടുന്നു ആ കാര്യം. ये बात तुम्हें तो समझ आएगा, ये बात तो मुझे कहने की जरूरत नहीं है. അപ്പൊ നമ്മൾ വിളിച്ചത് എങ്ങനെയുള്ള ഒരു വീണ്ടെടുപ്പ് തന്നെ നിത്യ നരകത്തിൽ നിന്ന് വീണ്ടെടുത്തിട്ട് നമ്മളെ ആ ഒരു വിധത്തിൽ അങ്ങനെ അങ്ങോട്ട് പോയി അല്ല. अनंत काल के नाश से छुड़ाकर हमें किसी भी प्रकार हमें छुटकारा पाया है, इस प्रकार नहीं हमें छुड़ाया भाइयों.
തേജസ്വേറിയ ഒരു ശുശ്രൂഷയ്ക്കായി. एक महिमादायक सेविकाई के लिए। അപ്പൊ തേജസ്വേറിയ ഒരു ശുശ്രൂഷ അതിന് തക്കവണ്ണം അതിന്റെ ശ്രേഷ്ഠതകൾ നമ്മിൽ വിളങ്ങേണ്ടതിന് वो महिमादायक सेविकाई जो है वो हमारे अंदर महिमादायक बने, इसके लिए അതിന് ദൈവം ക്രമം വെച്ചിട്ടുണ്ടതിനല്ല. परमेश्वर ने इसके लिए एक व्यवस्था रखा है। അതാണ് ആത്മാവിനെ അനുസരിക്കുന്നതിലൂടെ, ആത്മാവിനാൽ പരിശുദ്ധാത്മാ, ഇന്ന് ഈ പുതിയ നിയമ ശുശ്രൂഷ മുഴുവൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പുതിയ ഉടമ്പടി മുഴുവൻ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നതിലൂടെ, പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെടുന്നതിലൂടെ, ഒരുമനപ്പെടുന്നതിലൂടെ, ആ ഒരുമയിലൂടെ മാത്രം നടക്കുന്ന കാര്യമാണ്. और नए नियम का सेविका का खासियत क्या है भाइयों? जिस प्रकार हम पवित्र आत्मा के आज्ञाकारी में आते हैं और पवित्र आत्मा के साथ हमारा सारे बातें हम एक हो जाते हैं, तभी ये नए नियम का सेविका में हम प्रवेश कर रहे हैं। അപ്പോ ഇതിലേക്ക് നമ്മെ ഒരുക്കുന്ന ആത്മാവിനെ ഒന്നാമത് നമ്മള് ആ ആത്മാവുമായിട്ട് സഹകരിക്കുവാൻ, ആ ആത്മാവുമായിട്ട് നമുക്കൊരു വിധേയത്വം, ആ ആത്മാവിനെ കേട്ട് വിധേയപ്പെടുന്ന, ആത്മാവിന്റെ ശബ്ദത്തിന് വിധേയപ്പെടുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. तो ये पवित्र आत्मा जो है हमारे अंदर आकर ये पवित्र आत्मा के साथ एक होने के लिए तो ही हम एक नए नियम का सेविका में प्रवेश कर सकते हैं। लेकिन ये पवित्र आत्मा के द्वारा एक होना है तो वो व्यक्ति के साथ हमारा एक बहुत अच्छा एक मिलन होना जरूरी है, एक बहुत अच्छा एक सहभागिता होना जरूरी है। ഈ ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ അരച്ചു കലക്കി കുടിച്ചാലും, उत्पत्ति से लेकर प्रकाशित वाक्य तक भी तुम पूरी तरीके से अच्छे से खोल कर भी पढ़े तो भी, ഞാൻ കുടിച്ചാലും, मैं भी अगर उसमें से पूरी तरीके से पीऊं तो भी, ഇല്ലവേ ഇല്ല സഹോദരങ്ങളെ. അവിടെ പറഞ്ഞ അനുസരണം എന്ന് പറഞ്ഞ കാര്യം फिर भी കണ്ടില്ലേ? ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ അനുസരണം കാണിപ്പാൻ, ये पवित्र आत्मा का पवित्रता के द्वारा हम आज्ञाकारी बने, ये जो बातें हैं ये कभी भी हमसे मुमकिन ना होगा, भले हम उत्पत्ति से लेकर प्रकाशित वाक्य तक पढ़े तो भी। അപ്പൊ ദൈവം അതിന് വഴി വെച്ചിട്ടുണ്ട്. ഇത് തിരുവഴുത്ത് മുഴുവൻ വീണ്ടും പരമാവധി ചുരുക്കാണ്. അപ്പൊ ഇങ്ങനെയാണ് വന്നത്. എങ്ങനെയാണ് വന്നത്? ആത്മാവിന്റെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. അത് നമ്മളെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായി അല്ലേ? നീക്കി നിർത്തിയ അല്ലെങ്കിൽ ആത്മാവ് മുദ്രയിട്ട പോലെ ഒരു അനുഭവം തന്നെ. तो आत्मा का पवित्रता का मतलब क्या है? हम समझ रहे हैं कि वो आत्मा हमें पूरी तरीके से ये नए नियम का सेविका के लिए अलग कर रहा है। इसका मतलब क्या है? आत्मा का छाप मिलाया हुआ है। ഇത് ആത്മാവിനെ ഞാൻ അറിയുമ്പോ, इस आत्मा को हम जब समझते हैं, എന്നിൽ വന്ന ആത്മാവിനോട്, मेरे में आए हुए आत्मा से, ഈ ആത്മാവിന്റെ സ്വരത്തോട് ഞാൻ വിധേയപ്പെടുമ്പോ, ये आत्मा का बातों से या उनके सुनने में मैं जब अपने आप को नम्र कर आज्ञाकारी रहता हूँ, എന്തിനാണ് വിധേയപ്പെടുന്നത്? क्यों मैं अपने आप को नम्र कर रहा हूँ? വചനത്തിന് അപ്പോസ്തലനായ പൗലോസൊക്കെ പറയുന്ന റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമല്ലേ? 16 रोमे का पुस्तक, इसके लिए हम पहला अध्याय उसका 16 വായിച്ചോ. 16 पढ़ेंगे। रोमे का पुस्तक उसका पहला अध्याय 16, रोमन्स चैप्टर 1:16। क्योंकि मैं सुसमाचार से नहीं लजाता, इसलिए कि मलयालम विश्वास करने वाले के लिए पहले तो यहूदी फिर यूनानी के लिए उद्धार के लिए परमेश्वर का सामर्थ्य है। आमेन। मलयालത്തിൽ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അതല്ല 1:5 ആണോ അങ്കിളെ? ഇല്ല. ഓ സോറി, 16 വായിക്കും. 16 വായിച്ചേ. 16 വയസ്സ്. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് അതിന്റെ 1:5 മലയാളത്തിൽ അറിയത്തില്ല. ഇംഗ്ലീഷിൽ റോമൻസ് ചാപ്റ്റർ 1:5 4-5 മലയാളത്തിൽ ചിലപ്പോ 6 വാക്യം. 1:6. ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരിക്കേണ്ടത് കൃപയും അപ്പസ്തോലത്വമാണ്. ഇത് എത്ര വ്യക്തമായിട്ട് അവിടെ അപ്പോസ്തലൻ പറഞ്ഞത്? എന്ത് ചെയ്യണത്? അവർ അപ്പോസ്തലത്വം പ്രാപിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി? വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടത്. എന്ത് ഏതാണ് ആ വിശ്വാസം? എന്ത് വിശ്വസിക്കുന്ന കാര്യമാണ്? इधर प्रेरित कहता है हमें प्रेरित का शीर्षक इसके लिए मिला गया है ताकि हम विश्वास के लिए हम आज्ञाकारी बने। ഇതാണ് നമ്മൾ നേരത്തെ കണ്ടു. എന്നെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിൽ
തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് എന്റെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായിട്ട് ആത്മാവിനെ ഞാൻ കേൾക്കുമ്പോ ഇത് എനിക്ക് വിശ്വാസമായി പരിണമിക്കുമ്പോ ആ ശബ്ദത്തോട് ഞാൻ വിധേയപ്പെടുമ്പോ എന്റെ ആ ദൈവാത്മാവുമായിട്ടുള്ള എന്റെ സഹകരണത്തിൽ आत्मा के पवित्रता के द्वारा मुझे पवित्र किया गया है। जो ज्ञान मुझे मिलते वक्त मुझे ये समझ आता है कि ये एक सेविका के लिए परमेश्वर ने अनादिकाल पहले से ही मुझे चुन के रखा है, मुझे चुना है। ये पवित्रता, ये आत्मा के बातों को हम सुनते वक्त एक बात हमारे अंदर होता है, അപ്പൊ എനിക്ക് ആത്മസഹായം കിട്ടാൻ തുടങ്ങിയപ്പോ तो हम आज्ञाकारी बनते वक्त आत्मा का एक मदद मुझे मिलता है। എന്റെ ബലത്തിലല്ല, ये मेरा कोई सामर्थ्य से नहीं, ആത്മസഹായത്താൽ എന്ത് ചെയ്യുന്നു? അനുസരണം, വിധേയപ്പെടുന്നതിന്റെ ഒരു അനുസരണം. और आत्मा को आज्ञाकारी बनना, हमें अपने आप को नम्र करना, पवित्र आत्मा के नजदीक आकर, वही बहुत बड़ी बात है। എന്തിനു വേണ്ടിയാണ്? രൂപാന്തരത്തിനായിട്ട് വിധേയപ്പെടുന്ന കാര്യമാണ്. एक रूपांतर के लिए, ദേഹിയുടെ രൂപാന്തരം, हमारा प्राण के रूपांतर के लिए। എന്തിനോടുള്ള രൂപാന്തരം? किसके रूपांतर है ये? ആരോടുള്ള രൂപാന്തരം? किसका रूपांतर है? ക്രിസ്തുവിനോട് അനുരൂപരാകുന്ന രൂപാന്തരം, यीशु मसीह के साथ अनुरूप होने वाला एक रूपांतर। അത് യേശു ക്രിസ്തു അവിടെ ഇസ്രായേലിൽ നടന്നപ്പോഴുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പൊ കുറെ ആൾക്കാർ മലയൊക്കെ കുരിശും കൊണ്ട് ആ അനുകരണമാണോ? പിന്നെയോ तो हम देखते हैं कि बहुत सारे संत लोग हैं, बहुत सारे पादरी लोग हैं, जो जिस प्रकार उन लोगों का वेश विधान है उस प्रकार का एक रूपांतर है कि इधर कहा गया है। അവന്റെ അവന്റെ ദിവ്യ സ്വഭാവത്തോട്, इसके लिए पत्रुस कहता है उसका दिव्य स्वभाव के साथ हमें एक होना है, रूपांतर होना है। വായിച്ചു വരുമ്പോ ഒത്തിരി സമയം നമുക്കറിയാം വാക്യങ്ങളൊക്കെ എവിടെയാണെന്നൊക്കെ. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്നൊക്കെ പറയാം. അപ്പൊ അവന്റെ ദിവ്യ സ്വഭാവത്തോട്, അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ വഴിയൊക്കെ വേറെ വഴിക്ക് പോകും. അപ്പൊ നമുക്ക് ഇത് തന്നെ പറയാം. അപ്പൊ അവന്റെ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരാകുക എന്നുള്ളതാണ് ആ ദൈവോദ്ദേശം. ആ ദിവ്യ സ്വഭാവത്തോട് അനുരൂപരാകുമ്പോ എന്തുണ്ടാവും? അനുസരണം. അവിടെ ഒരു അനുസരണം വെളിപ്പെട്ടിരിക്കും. परमेश्वर का उद्देश्य क्या है? उसका दिव्य गुणों के साथ हम जब रूपांतर होते हैं तभी उसके उसका विश्वास में हम आज्ञाकारी बन ही जाएंगे। എന്തോരം പറയണോ? 5 മിനിറ്റോളൂ. അയ്യോ, അപ്പൊ മറ്റേന്നോട് അപ്പൊ അനുസരണം കാണിക്കാനായിട്ടുള്ള ആത്മസഹായത്തിന് വേണ്ടി എന്ത് ചെയ്യണം? നാം ആത്മാവിനോട് സഹകരിക്കണം, ആത്മാവിനോട് ഐക്യതപ്പെടുക, ആത്മാവിന് വിധേയപ്പെടുക. ഇങ്ങനെ വരുമ്പോ ആത്മാവിന്റെ വിശുദ്ധീകരണത്താൽ നമുക്ക് അനുസരണം വരും. അനുസരണം എന്ത് ചെയ്യും? പിന്നെയും എന്ത് ചെയ്യും? നമ്മെ വീണ്ടും വിശുദ്ധീകരിക്കപ്പെടുന്നു. आत्मा को ഇതിങ്ങനെ ഒരു ചെയിൻ പോലെ വരും. വിശുദ്ധീകരണം അനുസരണം കൊണ്ടുവരും, അനുസരണം और आज्ञाकारी जो हमारे अंदर पवित्रता लाता है, पवित्रता आज्ञाकारी लाता है। लेकिन ये कब होगा भाइयों? जब भी आत्मा का पवित्रता हमारे अंदर लागू होता है, हम जब ये आत्मा का सुनते हैं तो ये सुनने के द्वारा हमारे अंदर विश्वास बढ़ता है। जो विश्वास बढ़ने के द्वारा हमारे अंदर सिर्फ केवल पवित्रता ही नहीं, लेकिन हमारे अंदर एक आज्ञाकारिता हमारे अंदर उत्पन्न होता है। ഒരു ചെറിയ കാര്യം അവിടെ एक छोटे से बात भी मैं कहता हूं, സമയം കഴിഞ്ഞു. मेरा time बीत गया। തളിക്കപ്പെടലൊക്കെ സഹോദരങ്ങൾക്ക് സംസാരിച്ചോളൂ. അപ്പൊ ഞാന് നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധീകരണവും അനുസരണവും വന്നു അല്ലെ? तो पवित्रता और आज्ञाकारी के विषय में हम देखें। അവിടെ ശുദ്ധീകരണം എന്നുള്ളൊരു പദപ്രയോഗം നമുക്ക് കാണാൻ കഴിയും അല്ലെ? ശുദ്ധീകരണമുണ്ട്, വിശുദ്ധീകരണമുണ്ട് അല്ലെ? രണ്ടൊന്നാണല്ലേ? അല്ല അല്ല. हम देखते हैं शुद्धिकरण के विषय में भी हम देखते हैं और पवित्रता के विषय में भी हम देखते हैं। अब वो एक बात नहीं है। നമ്മൾ വീണ്ടെടുത്തിട്ട് എന്ത് ചെയ്യും ദൈവം? तो हमें उद्धार पाने के बाद हमें क्या करता है फिर? റോമാലേഖനം 9:23 വാക്യത്തിൽ പറയുമ്പോൾ അവിടെ ഇതേപോലെ യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല, ജാതികളിൽ നിന്ന് മാത്രമല്ല, യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല, ജാതികളിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട കരുണാപാത്രങ്ങളായ എന്ന് പറയുന്നത് നമ്മളെ കുറിച്ച് ഒരു പാത്രത്തെ പോലെ നമ്മളാക്കിയിട്ട് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്. इसके लिए प्रेरित पौलुस कहता है कि इब्रानियों का पुस्तक 9 अध्याय 23वें वचन में हम देखते हैं, क्योंकि उसका धन का बहुत बड़ा एक महिमा को हमारे अंदर प्रकट करने के लिए वो हमें एक मिट्टी का बर्तन के द्वारा हमें वो बना रहा है। അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവമുണ്ട്. വിശുദ്ധീകരണം എന്ന് പറയുമ്പോ അതിനൊരു പൂർണ്ണതയുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. എന്നാൽ വിശുദ്ധീകരണം എന്ന് പറയുമ്പോ ദിവ്യ സ്വഭാവം കൊണ്ട് നിറയപ്പെടുന്ന ഒരു അനുഭവമാണ്. അതിന്റെ ഒരു തന്റെ സ്വരൂപത്തോട്
അനുരൂപരായിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ ആ വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ. എന്നാൽ ആ വിശുദ്ധീകരണത്തിനായിട്ട് നമ്മിൽ വന്ന ആത്മാവ് ഇങ്ങനെ ദാഹിക്കുന്നുണ്ട്. ആ ആത്മാവ് നമ്മെ എന്ത് ചെയ്യും? അവന്റെ വചനത്തോട് അനുസരണം കാണിപ്പാൻ എരിവുള്ളവരും. നമുക്കറിയാം കർത്താവിനെ നോക്കുമ്പോൾ तो पवित्र आत्मा क्या करता है? पवित्र आत्मा हमारे अंदर इसलिए आया है ताकि हमें वो पवित्र करे। हमें ये पवित्रता क्यों करता है? ताकि हम जब हम ये पवित्र आत्मा के आज्ञाकारी में रहते हैं, ये आज्ञाकारी में रहते वक्त हमें वचन पढ़ने के लिए मन आता है, हमें वचन के लिए और हमें प्यास आता है। तो पवित्र आत्मा हमारे अंदर प्यासा है ताकि हम ये वचन खोले और वचन में गहराई में जाए। इसके लिए हमें अलग कर रहा है ये पवित्र आत्मा। എബ്രായലേഖനം 9:14 വായിക്കണ്ട, ഞാൻ അതും പറഞ്ഞാണ് നിർത്തേക്കാം. അവിടെ ഇങ്ങനെയാണ് പറയണത്, നിത്യാത്മാവിനാൽ തന്നെത്താൻ അർപ്പിക്കപ്പെട്ടവനായ, നിഷ്കളങ്കനായി അർപ്പിക്കപ്പെട്ടവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്കവിടെ കാണാൻ കഴിയും. അപ്പൊ ഈ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യത്വത്തിൽ ആത്മാവിന് താൻ എത്രമാത്രം ഉത്തമ മാതൃകയും നമുക്ക് വളരെ ഇതായ കാര്യമാണ്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമുക്ക് എങ്ങനെ നിത്യാത്മാവിനാൽ ഇന്ന് അതേ ആത്മാവിനെ തന്നെ നമുക്ക് പകർന്നു തന്നിരിക്കണേ. इसके लिए प्रभु यीशु मसीह जिस प्रकार वो पवित्र आत्मा के आज्ञाकारिता पे और पवित्र आत्मा के द्वारा जिया, वो एक बहुत बड़ा उदाहरण है भाइयों जो हमें जीने के लिए। क्योंकि अगर प्रभु यीशु मसीह इस प्रकार जी सकता है तो हमें भी वो एक उदाहरण के तौर पर हमें वो पवित्र आत्मा का पवित्रता के द्वारा हमें वचन के लिए प्यास और भोजन हमें हमारे अंदर लाकर हमें एक आज्ञाकारिता में वो अलग कर रहा है। ഞാൻ സമയം കഴിഞ്ഞുകൊണ്ട് നിർത്താം. എന്നാലും അതിനൊന്ന് അറ്റം മാത്രം പറഞ്ഞ് നിർത്താം. മറ്റൊന്നുമല്ല സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം, നമുക്ക് അവന്റെ അതേ മഹത്വം പ്രാപിക്കണം, അതേ തേജസ് പ്രാപിക്കണം. അവനോടുകൂടി അവന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലൊക്കെ നാം കാണുന്നത് പോലെ 17-21 വായിക്കുമ്പോൾ നാം ഇപ്രകാരമാണ് അല്ലെ, പിതാവേ നീയും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ അല്ലെ, നമ്മളെല്ലാവരും അവനിൽ ഒന്നായി തീരുക, അവന്റെ അതേ മഹത്വം പ്രാപിക്കുക, താൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക എന്നൊക്കെയുള്ള ആ ദൈവ ഹൃദയത്തിലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ തരുന്നുണ്ടോ? तो प्रभु यीशु मसीह का वही महिमा हम प्राप्त करें, ये हम देखते वक्त हम देखें। यूहन्ना का सुसमाचार 17 अध्याय में हम देखते हैं पिता से प्रार्थना करते वक्त वो यूं कहता है, क्योंकि हे पिता, क्योंकि मैं और आप एक है, उसी प्रकार वो भी हमारे साथ एक हो जाए। जब ये प्रार्थना जब प्रभु यीशु मसीह कर रहा है, तो क्या हम सचमुच पवित्र आत्मा का वो पवित्रता हमारे अंदर चलने के विषय में हमें बोध्य है क्या भाइयों? കർത്താവിൽ നമുക്ക് ശരണപ്പെടാം സഹോദരങ്ങളെ. प्रभु यीशु मसीह में हम निर्भर रहे। കർത്താവ് നമ്മെ സമ്പ്രദായമായിട്ട് അനുഗ്രഹിക്കട്ടെ. प्रभु हमें बहुत आयक से हमें आशीष दे और ये पवित्रता में हम बढ़े।